ഡയമണ്ട് സ്ത്രീകൾക്കൊരു വീക്ക്നെസ്സാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, ഭാര്യയ്ക്കൊരു ഡയമണ്ട് റിങ്, ഒരു 50,000 രൂപ, ആ 25,000 രൂപയുടെ ഒരു ഡയമണ്ട് റിങ് വാങ്ങിച്ചു കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ? ഒരു 50,000 രൂപയാണോ നിങ്ങളുടെ ഭാര്യയാണോ നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്? 50,000 രൂപയ്ക്ക് ഒരു നല്ല ബൈക്ക് കിട്ടുമല്ലേ, ഒരുപാട് ഉപകാരങ്ങൾ നടക്കും. റോങ് ക്വസ്റ്റ്യൻ. നമ്മങ്ങനെ കരുതാം, 50,000 രൂപ നിങ്ങൾ ചിലവാക്കിയാൽ, ചിലവാക്കില്ല, നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയിട്ടാണ് കരുതുക. അതിൻ്റെ 50,000 രൂപ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമാധാനം, ഒരുപാട് വസ്ത്രങ്ങളിലുള്ള ചിലവുകൾ കുറയ്ക്കാം. ഭാര്യയ്ക്ക് വേണ്ടി വസ്ത്രം വാങ്ങിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് ഒഴിവാവാം, നല്ല ഭക്ഷണം കഴിക്കാം, കുറേയും കൂടി സ്നേഹത്തിൽ നിങ്ങളോട് പെരുമാറാം. നിങ്ങൾക്ക് ഇപ്പോൾ 19 വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സ്നേഹത്തിലുള്ള പെരുമാറ്റം പ്രതീക്ഷിക്കാം. അതിന് 50,000 രൂപ വർത്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പൈസ നഷ്ടപ്പെടില്ല, അതൊരു ബാങ്കിലിട്ടതാണ് നമ്മൾ. ഭാര്യയ്ക്ക് ഒരു ഡയമണ്ട് റിങ് കിട്ടും, ഈ കാര്യങ്ങളൊക്കെ നടക്കും. അത് വർത്താൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ബാക്കി കാണാം. നിങ്ങളുടെ ഭാര്യയുടെ വയസ്സ് ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ സ്വഭാവം ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ ചൊറിഞ്ഞ സ്വഭാവമാണ്. നമ്മൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. അവരുടെ കുഴപ്പമല്ല, അതുവരെ നല്ല ചക്കരക്കുട്ടികളെ തന്നെ ആയിരുന്നു. അതിനുശേഷം അവർക്ക് ഹോർമോണൽ ചേഞ്ചസ് വരും. ഈ ആർത്തവം നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് പുരുഷന്മാർക്ക് അതിനെക്കുറിച്ച് വലിയൊരു ധാരണയൊന്നുമില്ല. കാരണം ആർത്തവം എന്ന് പറഞ്ഞാൽ ഒരു ചർച്ച ചെയ്യാൻ തയ്യാറാവാത്ത സ്ത്രീകൾക്ക് വളരെ മാനക്കേടായി തോന്നുന്ന ഒരു ഇഷ്യൂമാണ്. മക്കളുടെ ആർത്തവത്തെക്കുറിച്ച്, പെൺമക്കളുടെ ആർത്തവത്തെക്കുറിച്ച് സഹോദരങ്ങൾ അറിയാറില്ല, ഭർത്താവ് അറിയാറില്ല, പിതാവ് അറിയാറില്ല. എന്തോ അങ്ങനെയായിരുന്നു, പണ്ട് മുതലേ അങ്ങനെയായിരുന്നു. ഇതെന്തോ ഒരു മോശപ്പെട്ട കാര്യമായിരുന്നു. ചില ആചാരങ്ങൾ പ്രകാരം വീട്ടിനകത്ത് പോലും കിടത്തൂലായിരുന്നു എന്നും പുറത്ത് കിടത്തുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ആർത്തവം നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരും. അവരുടെ മെയിനായിട്ട് നമുക്ക് പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് വരുന്ന പ്രധാന പ്രശ്നം അവരുടെ ക്യാരക്ടർ, മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞ് ക്യാരക്ടർ മൊത്തം മാറും. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും. എന്താ വെറുതെ ഇരിക്കുന്നതെന്ന് ചോദിക്കാൻ പറ്റില്ല, എന്താ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാൽ പറയും ഞാൻ ഒറ്റയ്ക്കല്ലേ, എനിക്ക് ആരാളുള്ളത്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയില്ലേ, ആർക്കും എന്നെ വേണ്ടല്ലോ, എന്നെക്കൊണ്ടുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞില്ലേ, ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ ഒരു വേലക്കാരത്തിയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഉറക്കമില്ലായ്മ ഉണ്ടാവും. വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഭയങ്കര ചൂടായിരിക്കും. സ്വഭാവത്തിലുള്ള ചൂടുമാതിരി തന്നെ ശരീരത്തിനും ഭയങ്കര ചൂടായിരിക്കും. അവർക്ക് AC ഭയങ്കര തണുപ്പിലിടേണ്ടി വരും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് വിറയ്ക്കും. ഇവർക്കാണെങ്കിൽ തണുപ്പായിട്ടില്ല എന്ന് പറയും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു 45 വയസ്സിന് ശേഷം ഇവരെ കൊണ്ടെടുക്കുക പറഞ്ഞാൽ കുറച്ച് മെനയാണ്. അപ്പോഴേക്കും നമ്മളാണെങ്കിൽ ക്ഷീണിച്ചിട്ടുണ്ടാവും. ഇത് ഒഴിവാക്കാനും പറ്റില്ല, കൊണ്ടെടുക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു വിളഞ്ഞിന്ന് പറയും ഞങ്ങൾ, ചക്കര, അതുപോലുള്ളൊരു കേസിലേക്ക് എത്തും നമ്മൾ ആണുങ്ങൾ. അത് ഞാൻ പറഞ്ഞില്ല, അത് അവരുടെ കുഴപ്പമല്ല. ഈ മൂഡ് സ്വിങ്സ്, ഹോർമോണൽ ചേഞ്ചസ് അവർ ഭയങ്കര ലോൺലിനെസ് വരുത്തും. അവർക്ക് തോന്നും ആരുമില്ല. അപ്പോൾ എൻ്റെ ഒരു ബന്ധു പറഞ്ഞു, കുടുങ്ങിയിരിക്കുന്നു ഞാൻ. അവൻ ഭയങ്കര ഒച്ചത്തിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നൊരു പ്രകൃതമാണ് പണ്ട് മുതൽ. അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ അവൻ്റെ ശബ്ദം പൊന്തിക്കഴിഞ്ഞാൽ അവൾ ഒറ്റയ്ക്ക് പോയി കരയും. എന്നിട്ട് പറയും, എന്നെ പാർക്കും വേണ്ട, മക്കൾക്ക് എന്നെ വിലയില്ല, എനിക്ക് പോകാനൊരിടമില്ലാത്തതുകൊണ്ടല്ലേ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞു, എനിക്കിപ്പോൾ ഒന്നും പറയാൻ വയ്യ, ഞാൻ വായ മൂടി പറ്റിയവനായിട്ട് കഴിയാം. അത് നിങ്ങൾ ചോദിച്ചാൽ ഒരു പുരുഷനും അതിൽ നിന്ന് വിഭിന്നനാവില്ല. അതിനെക്കുറിച്ച് പുരുഷന്മാർക്ക് ഒരു ധാരണയില്ല എന്നുള്ളതാണ് ശരി. അവർ കരുതും ഈ മുതലിനല്ലല്ലോ ഞാൻ കെട്ടിക്കൊടുന്നത്, ഇപ്പോൾ അതൊരു വയ്യാവലി ആയല്ലോ, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. അതിനൊരു മാറ്റം, അതിനാണ് നിങ്ങളൊരു 30,000 50,000 ഒക്കെ രൂപ ചിലവാക്കുക. അതെങ്ങനെ ചിലവാക്കണമെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഭാര്യയും കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്വർണ്ണ കടയിൽ പോകുക. സ്വർണ്ണം അവർക്കൊരു ക്രേസാണ്. ഡയമണ്ട് ക്രേസ് അല്ല, അവർക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഡ്രീമാണ്. കിട്ടൂല, മോഹിച്ചിട്ട് കാര്യമില്ല, കിട്ടൂല. കാരണം ഒരു ഡയമണ്ട് റിങ് പറഞ്ഞാൽ ഒരു
ഒരു ചെറിയ വട്ടേ ഉണ്ടാവുള്ളൂ, അതിന് ചെറിയ കുത്തേ ഉണ്ടാവുള്ളൂ. അതിനെന്താ വില? അതിന് 45,000 രൂപ, അതിന് 50,000 രൂപ. അപ്പം നമുക്കൊന്നും വರ್ತല്ലാന്ന്, എനിക്കിപ്പോഴും വರ್ತല്ലാന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ നമുക്കത് വർത്ത്ഫുൾ ആക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇങ്ങനെ ഇത് വാങ്ങിച്ചു കൊടുക്കുന്നതിന് മുൻപ് നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ കുറിച്ചിട്ട് ഒരു ചെറിയ ധാരണ അവർക്ക് കൊടുക്കണം. കാശിനൊക്കെ ഇപ്പോൾ നല്ല ടൈറ്റാണ്. ഒന്നാമത് ആണുങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ പറ്റിയിട്ട് സ്ത്രീകൾക്ക് പലപ്പോഴും അറിയാറില്ല. നമ്മൾക്ക് ടൈറ്റാണെന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവുള്ളൂ. അവർക്ക് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്കിപ്പോൾ എന്താ ഇവിടെ ഈ ടൈൽസൊക്കെ ഒന്ന് മാറ്റിയിട്ട് മാർബിൾ ഇട്ടാലോ, അല്ലെങ്കിൽ ഇപ്പോൾ നാനോ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് സ്ക്രാച്ച് വീഴാത്ത ചളി പിടിക്കാത്ത ടൈൽസ് ഉണ്ട്, അതിലേക്ക് മാറിയാലോ, അല്ലെങ്കിൽ നമ്മളെ വണ്ടിയൊന്ന് മാറ്റിയാലോ, അങ്ങനെ ഒരു ചുറ്റുവട്ടത്തൊന്നും നടക്കുന്ന, ഫോണിലും കുടുംബങ്ങളിലും ഒക്കെ നടക്കുന്ന പോലെയുള്ള എക്സ്പെക്റ്റേഷൻ അവർ നമ്മളോട് റേസ് ചെയ്യും. നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണെന്ന് അവർക്ക് പലപ്പോഴും മനസ്സിലാക്കുക. അതവരുടെ കുഴപ്പമില്ല, അത് നമ്മുടെ കുഴപ്പമാണ്. കാരണം നമ്മൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് പലപ്പോഴും അവരോട് പങ്കുവയ്ക്കാറില്ല. അപ്പോൾ അതിന് മുൻപ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു കാഷ്വലായിട്ട് നമ്മളൊന്ന് അവരെ അറിയിക്കണം, നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അത്ര സ്ട്രോങ് അല്ല, നമ്മൾ പ്രതീക്ഷിതമായിട്ടൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ഒരു ചെറിയ ധാരണ കൊടുക്കണം. എന്നിട്ട് അവരെയും കൂട്ടിയിട്ട് ഒരു നല്ല ജ്വല്ലറി പോവുക, ഡയമണ്ട് വാങ്ങിച്ചു, ഒരു ഡയമണ്ട് റിങ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പറയും, നമ്മൾ ഈ കാശില്ലാത്ത സമയത്ത് വേണ്ടല്ലോ, അപ്പോൾ കാശ് നിന്നെക്കാളും പ്രധാനമൊന്നും അല്ലല്ലോ എനിക്ക് കാശ്, അപ്പോൾ നിനക്ക് കുറേ ആയിട്ടൊരു ഡയമണ്ട് റിങ് വാങ്ങിച്ചിരുന്നു എനിക്കൊരു ആഗ്രഹം. സോ സെയിൽസ്മാനോട് പറയാം, ഒരു 50,000 രൂപ വരെ വില വരുന്ന ഒരു ഡയമണ്ട് റിങ് രസമുള്ള കാണിച്ചു തന്നാൽ ഒരു 50,000 രൂപ റേഞ്ചിനുള്ളിൽ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു റിങ് കിട്ടും. 18 ക്യാരറ്റ് ഗോൾഡാണ് തോന്നുന്നു, റിയൽ ഡയമണ്ട്സ് ആയിരിക്കും. ഈ ഡയമണ്ടിന് പ്രത്യേകത ഉണ്ട്, ഇതിന് ഒരു വാല്യൂ ഒന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് കേട്ടോ. ഞാൻ എൻ്റെ കടയിൽ ഇതിന് 50,000 റുപ്യ എന്ന് പറയും, അപ്പുറത്തെ കടയിൽ അവൻ 70,000 റുപ്യ എന്ന് പറയും, അതിനപ്പുറത്തെ കടയിൽ അവൻ 1,00,000 റുപ്യാണ് വില എന്ന് പറയും. അത് ആ 1,00,000 ഡയമണ്ട് റിങ് എൻ്റെ കടയിൽ കൊടുക്കുന്നത് കാണിച്ചാൽ ഞാൻ പറയും, ഇതൊരു 35,000 വില മതിക്കും, ഇതിനേക്കാളും നല്ലതിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ അതേ ഡയമണ്ട് റിങ് ഞാൻ 50,000 റുപ്യ കച്ചവടമാക്കും. അങ്ങനത്തെ ഒരു ബിസിനസ്സാണ്. അവർ ചോയ്സ് അവർക്ക് ഇട്ടേക്കണം കേട്ടോ, നമ്മൾക്കൊരു വലിയ റോളൊന്നുമില്ല. ഇത് ടോട്ടൽ വർത്ത്ലെസ് ആണ്. നമുക്ക് 80,000 റുപ്യ കുറച്ച് നേരത്തിന് പോകുകയെന്ന് മനസ്സിലാക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ളൊരു മോഡൽ നമ്മൾ ഓരോ പൊട്ട സാധനം എടുത്തിട്ട് ഇതെങ്ങനെയുണ്ട് ചോദിക്കുന്നു. ഇത് കുഴപ്പമില്ല, അവിടെ നമുക്ക് വല്ല മോഡലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇതും രസമുണ്ട്, പക്ഷേ എൻ്റെതാണ് ഒന്നും കൂടി ഭംഗി എന്ന് പറയും. അപ്പോൾ അവരതിൽ ഏതെങ്കിലും ഒന്നിടും. അത് വെച്ചിട്ട് ഈ ഡയമണ്ട് ഷോപ്പുകളുടെ പോളിസി, നമ്മൾ ഡയമണ്ട് റിട്ടേൺ ചെയ്താൽ, നമ്മളിപ്പോൾ ഒരു വർഷം ഉപയോഗിച്ച് റിട്ടേൺ ചെയ്താൽ അതിൻ്റെ 90% ക്യാഷ് തിരിച്ചു കിട്ടും. അപ്പോൾ 50,000 റുപ്യ ഒരു മോതിരം നിങ്ങൾ വാങ്ങിച്ചാൽ ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് 45,000 രൂപ തിരിച്ചു കിട്ടും. അതേസമയം എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 95% വരെ തിരിച്ചു കിട്ടും. അതാണിപ്പോൾ ഞാൻ ഇന്നലെ പോയൊരു ഷോപ്പിലാട്ടാ, ഇനി വേറെ ഷോപ്പുകൾക്ക് വേറെ പോളിസി ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു കുഴപ്പമില്ലാത്ത ഐഡിയ ആണ്. കാരണം നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇപ്പോൾ മോശമാണ്. എന്നിരുന്നാലും നമ്മൾ 50,000 രൂപയ്ക്ക് ഇവർക്കൊരു ഡയമണ്ട് വാങ്ങിച്ചു കൊടുക്കണം. നമ്മൾക്ക് സത്യത്തിൽ അതിന് വരുന്ന ചിലവ് 5,000 രൂപയാണ്. കാരണം 45 രൂപ നമ്മൾ എടുത്തുകൊണ്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ടാണ്. തൽക്കാലം ബാങ്ക് ഡയമണ്ട് ഷോപ്പാണെന്ന് മാത്രം. അപ്പോൾ അടുത്ത കല്യാണത്തിൻ്റെ ഡ്രസ്സ് വരില്ലേ, അതിനൊരു 5,000 റുപ്യ മുതൽ 10,000 റുപ്യ വരെ വരില്ലേ. അപ്പം നമുക്ക് പറയാം ടൈറ്റാണ്. അപ്പോൾ മറ്റേതും കൂടി വാങ്ങിക്കഴിഞ്ഞപ്പോഴേ ശരിക്കും ടൈറ്റാണ്. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ഡ്രസ്സ് മാത്രമല്ല, അതിനടുത്ത കല്യാണത്തിൻ്റെ ഡ്രസ്സും ആവശ്യപ്പെടുക. ഈ 5,000 ഡ്രസ്സ് ചിലപ്പോൾ ഒരു 3,000 ഡ്രസ്സിലേക്ക് കുറയും. ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും ടൈറ്റാണ്, എനിക്കൊരു ഡയമണ്ട് റിങ് വാങ്ങിച്ചെന്നില്ല 80,000 റുപ്യേൻ്റെ. അപ്പോൾ ഇപ്പോൾ ചോദിക്കേണ്ട. ഇനി നമ്മൾ ശരിക്കും ടൈറ്റ് ആകുമ്പോഴോ നമുക്ക് പറയാം, നമുക്ക് ഈ ഡയമണ്ട് റിങ് നമുക്ക് പിന്നെ എടുക്കാം, നമുക്ക് തിരിച്ചു കൊടുക്കാം, 90% വാങ്ങിക്കാം. അപ്പോഴേക്ക് ചിലപ്പോൾ ഒരു വർഷമോ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 2 വർഷത്തിന് ശേഷം അത് ഉപയോഗിക്കുന്നതിന് വാടകയായിട്ട് നിങ്ങൾ 5,000 റുപ്യാണ് കൊടുക്കുന്നത്. 2 വർഷത്തിന് ശേഷം ക്യാഷ് നമുക്ക് തിരിച്ചിട്ടും ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് ഇനി ആവശ്യം വന്നില്ല വിചാരിച്ചു, ഒരു 6 മാസം 1 വർഷത്തിന് ശേഷം ഈ കടന് മുന്നിൽ കൂടെ പോകാം. 95% അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് ഒരു 1,000, 2,000, 5,000 കൊടുത്തിട്ട് കുറേയും കൂടി നല്ല ഭംഗിയുള്ള വേറെ ഡയമണ്ട് റിങ് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ നമുക്കൊരു 5,000 റുപ്യ ചിലവുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ 55,000 റുപ്യേൻ്റെ ഡയമണ്ട് റിങ്ങാണ് വാങ്ങിച്ചു കൊടുത്തത്. ഓക്കെ, നമുക്ക് നഷ്ടം 10,000 റുപ്യ ചിലവാകും. കാരണം 5,000 റുപ്യ അവർ അതിൽ വരുന്ന തുക 5,000 2,500 രൂപ അവർ കുറയ്ക്കുകയും ചെയ്യും. നമ്മൾ ഒരു 5,000 റുപ്യയും കൂടി
ആഡ് ചെയ്യുമാണ്. അപ്പോൾ ഒരു 7,500 രൂപ കൂടി ചിലവാക്കുകയാണെങ്കിൽ നമുക്ക് 55,000 രൂപേൻ്റെ ഒരു ഡയമണ്ട് റിങ്. അപ്പോൾ അവർക്ക് മോഡൽ മാറ്റി പുതിയ മോഡലായി കൂടുതൽ കാണാൻ ഭംഗിയുള്ളതായി. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി. അത് നല്ല ഭക്ഷണം ഉണ്ടാക്കിത്തരും, വളരെ സ്നേഹത്തിൽ നിൽക്കും. നമ്മളൊന്ന് ചൂടായാലൊക്കെ ഇല്ല, ഞാനങ്ങനെ സ്നേഹമില്ലാത്ത ഒറ്റപ്പെട്ടിട്ടില്ല, എനിക്കിപ്പോൾ ഒറ്റപ്പെട്ട എന്നോട് കാര്യമില്ല, ഇങ്ങനെ ഡയമണ്ട് റിങ് വാങ്ങി തരൂലല്ലോ. ഞാൻ അഥവാ അത് മറന്നു പോകണമെങ്കിൽ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യാം, എങ്ങനെ ഉണ്ട് എൻ്റെ ഡയമണ്ട് റിങ്, സുഖമുണ്ടോ, കാണാനുണ്ടോ, ഇഷ്ടമുണ്ടോ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ പറയുമ്പോൾ കൊള്ളാം, കാര്യമുണ്ട്, നമ്മളെ കാര്യത്തിൽ താല്പര്യമുണ്ട്. അപ്പോൾ അവർക്കൊരു സേഫ്റ്റിയും അഷുറൻസും ആവും, ബിക്കോസ് യു കെയർ. നമ്മൾക്കോ മനസ്സമാധാനം കിട്ടും. അടുത്ത പ്രാവശ്യം വീടിന് ടൈൽസ് മാറ്റണ്ട, കാശില്ലല്ലോ നമ്മുടെ വീട്ടിൽ. കല്യാണത്തിന് പഴയ ഡ്രസ്സ് ഇട്ടാൽ ഇപ്പോൾ ആർക്കും അറിയില്ലല്ലോ, നീ 2 പ്രാവശ്യം മുൻപിട്ട കല്യാണം, നീ 4 പ്രാവശ്യം മുൻപ് വാങ്ങിച്ച ഡ്രസ്സില്ലേ, അത് പോരെ നമുക്ക്. അപ്പോൾ മൊത്തത്തിൽ ടൈറ്റാണ് നമ്മുടെ കയ്യിൽ പറയുമ്പോൾ ദേ ആർ വില്ലിങ്. നമ്മളവരോട് സംസാരിച്ചാൽ അവർക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടാകും. പലപ്പോഴും ഇവരുടെ ഈ ചൊറിഞ്ഞ സ്വഭാവം കാരണം അവരോട് നമുക്ക് സംസാരിക്കാൻ തോന്നൂല. അപ്പോൾ ഇതൊക്കെ ലൈഫ് ലെസൺസ് ആണ് കേട്ടോ. ഇറ്റ് റിയലി വർക്ക്സ്.